ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലത്തെ ദോശ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദോശ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ദോശ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വലിയ ഉള്ളിയാണ്, ഞാനിതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള. അപ്പോൾ ഇത് നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും അരിഞ്ഞ് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. അപ്പോൾ ഇത്രയും വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടെ വേണം. ഈ ഒരു വലുപ്പത്തിലുള്ള പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി 2 പച്ചമുളക് കൂടെ നമുക്കിതുപോലെ നടുക്ക് ഒന്ന് കീറി വെക്കണം. അപ്പോൾ ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ലേശം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് എത്രയാണോ ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയും ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കീറി വെച്ച പച്ചമുളക് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ 1 ഇല്ലി കറിവേപ്പില ഞാനിതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കറിവേപ്പില നന്നായിട്ടൊന്ന് കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ദോശ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതാ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ കുത്തി ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദോശ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പൊടിഞ്ഞ് എന്താ പറയുക ചെറുതായിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ആക്കി കൊടുക്കാൻ. എന്നിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ലേശം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ഉപ്പ് ലേശം കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയും ദോശയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ദോശയുടെ ആ പീസുകളൊക്കെ നല്ല ചെറിയ പീസുകളായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ദോശ ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ രാവിലത്തെ ദോശ ബാക്കി ഉണ്ടെങ്കിൽ അതോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്.